ഫെങ്ഷുയി. ഇന്നലെ നാം പറഞ്ഞു വന്ന വിഷയം, ഇതിന്റെ ഒന്നാം ഭാഗം എന്ന് പറയുമ്പോൾ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ അനുഭവത്തിലൂടെ ഷെയർ ചെയ്തത്. അത് ഫെങ്ഷുയുടെ കണ്ണിലൂടെ എങ്ങനെയാണ് എന്നാണ് നാം നോക്കിയത്. എന്നാൽ ഇന്നിപ്പോ ഏതെങ്കിലും നമ്മളുടെ വീടുകളിൽ കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അസൗകര്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ, സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, പഴയതുപോലെയുള്ള സ്നേഹം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ, നാം ചെയ്യേണ്ടത് ഫെങ്ഷുയുടെ കണ്ണിലൂടെ, ഫെങ്ഷുയും ഇത് ബന്ധങ്ങളുമായിട്ട് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോർണറാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന, നമ്മുടെ ഭാരതീയ വാസ്തുവിൽ പറയുന്ന കന്നിമൂല എന്ന സ്ഥാനം. ആ കന്നിമൂല സ്ഥാനം വളരെയധികം വൃത്തിയാക്കി യാതൊരുവിധ നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവങ്ങളും അവിടെ ഉണ്ടാകാൻ പാടില്ല. എന്ന് വെച്ചാൽ സെപ്റ്റിക് ടാങ്ക്, കിണർ, അതായത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് വാട്ടർ, അതുപോലെ അവിടെ തീയിടാൻ പാടില്ല. സാധാരണ നമ്മുടെ വീട്ടിന്റെ ചുറ്റുമൊക്കെ എന്തെങ്കിലും പഴയ ഇലകൾ, അതായത് കരിയിലയോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണല്ലോ നമ്മൾ തീ കൂട്ടാറുള്ളത്, തീയിട്ട് കൂടാറുള്ളത്. അപ്പൊ ജോലിക്കാരാണെങ്കിൽ അവർ മറ്റു കാര്യങ്ങളൊന്നും നോക്കാറില്ല. അപ്പൊ ബന്ധങ്ങളെ അത് വളരെയധികം ബാധിക്കുന്നു എന്നാണ് ഫെങ്ഷുയിലൂടെ പറയപ്പെടുന്നത്. അപ്പൊ അത് ഏറെക്കുറെ സത്യമാണ് എന്ന് ഇത് വിശ്വസിക്കുന്നവർക്ക് ബോധ്യമുണ്ട് എന്നാണ് അനുഭവത്തിലൂടെ അവർ പറയുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ദൃഢമാക്കുവാനും, വിവാഹം കഴിയാത്തവരുടെ വിവാഹം കഴിഞ്ഞു പോകുവാനും, അതുപോലെ തന്നെ വിവാഹിതരാകാനുള്ളവരുടെ നല്ല ബന്ധങ്ങൾ വരുന്നതിന് വേണ്ടിയും, കഴിഞ്ഞവർക്ക് നല്ല അഭിപ്രായ സമന്വയത്തോടു കൂടി മുന്നോട്ട് പോകുവാനും സൗത്ത് വെസ്റ്റിന് വളരെയധികം നാം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാധാന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും, അതായത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ വീടിന്റെ ഒരു പക്ഷേ വീടിന്റെ കന്നിമൂല ഭാഗം കട്ടായി കിടക്കാം. കട്ടായി കിടന്നതിന് ശേഷം അവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ അവിടെ ഒരു കിണറായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് വാട്ടർ പോകുന്ന സ്ഥലമായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റിവിറ്റികളും അവിടെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അവിടെ നിന്ന് കഴിയുമെങ്കിൽ മാറ്റുകയോ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ തന്നെ സൗത്ത് വെസ്റ്റ് ഭാഗത്തെ, വീടിനകത്ത് പുറത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വീടിനകത്ത് തന്നെ നമുക്ക് ഇപ്പൊ സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സാധാരണ കന്നിമൂല ഭാഗത്താണല്ലോ മാസ്റ്റർ ബെഡ്റൂം വരാറുള്ളത്. അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കോർണർ ആണ് നമ്മുടെ ഇത് ടോയ്ലറ്റ് നിൽക്കുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടേക്കുള്ള ഫെങ്ഷുയുടെ പരിഹാരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആ സിമ്പിളായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാറ്റം വരുമെന്നാണ് ചൈനീസ് ഫെങ്ഷുയുടെ വിശ്വാസം. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.